അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറേബ്യയിലെ ആ വിശാലമായ റോഡിലൂടെ സഞ്ചരിക്കുകയാണ് അജ്മൽ. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമാണ്. എങ്കിലും ഷാമിൽ, അതെ, അവൻ അങ്ങനെ ചെയ്യോ? റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള ഈത്തപ്പഴത്തോട്ടങ്ങൾ അവനെ നോക്കി കളിയാക്കുന്നത് പോലെ അവൻക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതിയതായിരുന്നു ഷാമിൽ. ഒരിക്കൽ പോലും അവൻ എന്നെ ചതിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഹംദയെ വരെ സുരക്ഷിതമായി എത്തിച്ചു തന്നത് ഷാമിലായിരുന്നു. പക്ഷേ അവൻ്റെ അടുത്ത് അങ്ങനത്തെ വേണ്ടാത്ത ഒരു പരിപാടിയും ഞാൻ കണ്ടിട്ടില്ല. ഷാമിൽ നല്ലതായിരുന്നു, എന്നാലും അവൻ എൻ്റെ പെങ്ങളോട് ചെയ്തത് മോശമായി പോയി. റബ്ബേ, ഞാൻ എത്രമാത്രം അവനെ സ്നേഹിച്ചതായിരുന്നു. എനിക്ക് അവൻ്റെ കാര്യത്തിൽ അഭിമാനമായിരുന്നു. എന്നിട്ട് പോലും അവൻ ചെയ്തത് ശരിക്കും അജ്മലിന് സങ്കടമാണ് വന്നത്. വീട്ടിലേക്ക് വിളിക്കുവാൻ തന്നെ തോന്നുന്നില്ല. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഒന്നില്ലെങ്കിൽ ഞാൻ ആ പിതാവിനെയും ചീത്ത പറഞ്ഞു. അതാണ് എനിക്ക് സങ്കടമായത്. മോനെ നിലക്ക് നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട്. പഠിച്ചോനെ, നീ എനിക്ക് പുറത്തു തരണം. എന്നാലും ഷാമിൽ അങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അല്ലാ, എന്തായാലും വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ അതാ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ ഫോൺ എടുക്കുന്നു. ഹലോ, ആ മോനെ അജ്മൽ. ഉമ്മ, എന്താ ബുഷിക്കൊക്കെ എങ്ങനെയുണ്ട്? പൊന്നാര് മോനെ, ബുഷിനെ ഞങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട്. അളിയനോ? അളിയൻ എന്താ അവിടെ ഉണ്ട്. അളിയനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? വേണ്ടാത്ത പണിയായിരുന്നു. എന്താപ്പം ചെയ്യുക, കുട്ടികളും മക്കളൊന്നും ഉണ്ടാവില്ല. അവർ തമ്മിലില്ല മോനെ. കുട്ടികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു കെണി പെട്ടത് എനിക്കറിയുന്നില്ല. എന്താപ്പം ചെയ്യുക, അങ്ങനെയൊക്കെ പെട്ടുപോയി. ഏതായാലും ഡോക്ടർ സിനാനെല്ലാം പറഞ്ഞ്. എൻ്റെ പൊന്നാര മോനെ, എൻ്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ ഷാമിലുണ്ടല്ലോ ഒരുത്തനെ, ഓനിവിടെ വരവും പോക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും വിചാരിക്കൂലല്ലോ. എൻ്റെ കൂട്ടുകാരനല്ലേ. ഓല് തമ്മിൽ എന്തൊക്കെയുണ്ട് മോനെ. ഒരു ഫോട്ടോ വരെ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ പെങ്ങൾ ബുഷി അത്ര നല്ലോളം നല്ല. ഇനിയിപ്പോൾ ഓനെ വിളിച്ച് പറഞ്ഞ് മയക്കിയത് അതൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ഒരുമിച്ചിരിക്കണ ഫോട്ടോ, ഒരുമിച്ച് ചായ കുടിക്കുക, ഒരുമിച്ച് എന്തൊക്കെ നിൽക്കണൊക്കെ ഫോട്ടോസൊക്കെ ശരിക്കും സിനാന് കാണിച്ചു തന്നു. എനിക്കത് വല്ലാത്തൊരു ഇടങ്ങാറത് കണ്ടപ്പോൾ. എന്താ മോനെ ഞാൻ ചെയ്യുക, എനിക്ക് വല്ലാത്തൊരു സങ്കടം. അല്ലെങ്കിൽ മോനെ, ചേരേണ്ടവരെന്നെ ചേരുള്ളൂ. അതായത് അവർ തമ്മിൽ നമ്മൾ വെറുതെ കല്യാണം കഴിപ്പിച്ച് നിർത്തിക്കായിരുന്നു. അവർ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താപ്പം ചെയ്യുക മോനെ. അജ്മൽ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്തോ ഉമ്മ? മോനെ, ശരിയാണ്, നിൻ്റെ കൂട്ടുകാരനാണ് ഷാമിൽ, അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ എന്നോടൊരു കാര്യം പറയാം. ഏതായാലും ഓനവിടെ ശല്യപ്പെടുത്താൻ പോകുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പൊന്നു മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എന്തോ ഉമ്മ? നിങ്ങൾ പറയും. അതായത് നമുക്ക് സിനാനെ കൊണ്ട് അവളങ്ങ് കല്യാണം കഴിപ്പിക്കാം. ഒരു നിമിഷം അവൻ ഞെട്ടി. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? ഭർത്താവ് ഉണ്ടായിരിക്കെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഭർത്താവ് ഉണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാം. അതേ നമുക്ക് മാർഗമുള്ളൂ, വേറൊന്നുമല്ല. ഡൈവേഴ്സ് ചെയ്തിട്ട് വേഗം ഈ കല്യാണം നടത്തണം. അല്ലാതെ അവൾ സമ്മതിക്കൊന്നുമില്ല. ഉമ്മ, ബുഷിക്ക് ഇതെങ്ങനെ സഹിക്കും? അവൾക്ക് സമ്മതിക്കാമെന്നില്ല. പൊന്നു മോനെ, സിനാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെക്കനാണ്. കാണാനും നല്ല മൊഞ്ചുണ്ട്, നല്ല ഉഷാറുണ്ട്, എല്ലാത്തിനും ഓൻ മതി. പിന്നെയെന്ന് വെച്ചാൽ അൻഷിഫിനെ കൊണ്ട് ഒന്നിനും കഴിവില്ല, കഴിവ് കെട്ടവരെന്ന് പറഞ്ഞിക്കണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുത്തിയൊക്കെ വെച്ച് ഗർഭം ഉണ്ടാക്കാനോ അതിന് ഇതിനൊക്കെ പോനൊക്കെ നിൽക്കായിരുന്നു. എന്തൊക്കെ തന്നെയാലും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു. ഇപ്പോഴാണ് സമാധാനമായത്. അതുകൊണ്ട് അൻഷിഫിനെ നമുക്ക് ബുഷിയുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് വേർപ്പെടുത്താം. അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സിനാനെ കൊണ്ടാണ് കെട്ടിപ്പിക്കുക. ഉമ്മ, ശരിക്കും അത് കേട്ട് അജ്മൽ ഞെട്ടിപ്പോയി. റബ്ബേ, അതെ, വിവാഹബന്ധം അവർ തമ്മിലുമ്മ പ്രശ്നം ഒന്നുമില്ലല്ലോ. പിന്നെ ഇപ്പം എന്തിനാണ് നമ്മൾ പിടിച്ചു പറിച്ച് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് അങ്ങനെ പറ്റാത്തോലെ കൊണ്ട് ഇതാക്കിക്കണത്? അവനക്ക് ഒന്നിനും കഴിവില്ലെങ്കിൽ പിന്നെയും നമ്മൾ അവൻ്റെ പിന്നാലെ അങ്ങനെ നടക്കണ്ടല്ലോ. നമ്മൾ മോളഞ്ഞ് വിട്ട് കൊടുക്കണ്ട. അതായിരിക്കും നല്ലത്. ഉമ്മ, ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വിചാരിച്ച് അപ്പോഴേക്കും നമ്മൾ വേർപ്പെടുത്തുന്നത് ശരിയാണോ? ആക്സിഡൻറ്റ് പറ്റിയതല്ല, അതിനുപരി അവന് കഴിവില്ലാത്തതാണ്. ഒന്നിനും കഴിവില്ലാത്ത, ഒരു ആണത്തമില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് ഒരിക്കലും പോയി എൻ്റെ മോളെ ഞാൻ വിടൂല. ഉമ്മ, പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ. ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മളൊരിക്കലും ഒന്നിനും തികഞ്ഞവരല്ല, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അതെ, പിന്നെ ഇങ്ങനെയൊന്നും ഇപ്പം തന്നെ ചിന്തിക്കാൻ പാടില്ല. ഏതായാലും അൻഷിഫിൻ്റെ അസുഖമൊക്കെ മാറി അവൻ തിരിച്ചു വരട്ടെ, എന്നിട്ടൊക്കെ നമുക്ക് ആക്കം പോലെയൊക്കെ അതിനനുസരിച്ച് വീട്ടിലൊക്കെ സംസാരിച്ചിട്ട് ആക്കാം. എന്താ ഇൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടൂല, എന്താന്നില്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് വിടാൻ നിൽക്കുക. ഉമ്മ കുറച്ചുകൂടെ നമ്മൾ ആലോചിക്കാതെ ഒന്നിനും ചെന്ന് ചാടരുത്. പിന്നീട് അയ്യടാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ല, ഈ സിനാൻ ഡോക്ടർ ശരിയാണ് എന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉള്ളു നമുക്കറിയില്ലല്ലോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ടമ്മ, അതാ എനിക്ക് പറയാനുള്ളത്. മോനെ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇനി ഒരിക്കലും അൻഷിഫിൻ്റെ കൂടെ ഓളെ ഞാൻ വിടൂല. ഉമ്മ ബുഷി എവിടെ? അവളതാ തീറ്റും കൂടി ഇല്ലാതെ അതിനുള്ളിലിരിക്കണേ. ഉമ്മ സത്യം പറഞ്ഞാൽ അജ്മലിന് സങ്കടമാണ് ആയത്. അജ്മൽ പറഞ്ഞു, ഉമ്മ ഒന്ന് ബുഷിൻ്റെ ഫോൺ ഓളെ ഫോണൊക്കെ ഞാൻ അങ്ങോട്ട് വാങ്ങി വെച്ചേക്കണ്. അതെ, ഏത് നേരം ഫോണിൽ കുത്തിക്കൊണ്ടും കളിച്ചുകൊണ്ടും നിൽക്കും. അതൊന്നും വേണ്ടല്ലേ. ഇനി വേഗം അങ്ങോട്ട് ഇതാണ്ട് ഒഴിവാക്കിക്കാണ്ട് പുതിയ പദ്ധതിന് നിൽക്കുക നല്ലത്. അല്ലാതെ ഉമ്മ നമ്മൾ ചിന്തിക്കാതെ ആലോചിക്കാതെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല ഉമ്മ. അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം അവർ ദാമ്പത്യ ജീവിതം നയിക്കും. ദാമ്പത്യ ജീവിതം എന്ത് ദാമ്പത്യ ജീവിതം മോനെ? ഒരിക്കൽ പോലും ഒരു തമ്മിലൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ എത്ര മാസമായത് എൻ്റെ കുട്ടികളുണ്ടാവില്ല എന്നിട്ട് കണ്ട് ഏതൊക്കെ ആൾക്കാർ കുത്തിവെക്കാൻ പോകണോനെ. ഇനി ശരിയാവില്ല. ആ തള്ളയത് മറച്ചു വെച്ചല്ലോ, അതാണ്. എനിക്ക് തള്ളേൻ്റെ അടുത്തുനിന്ന് പോകണം. ഉമ്മ നിങ്ങളങ്ങനെ എടുത്തു ചാടിയൊന്നും പറയില്ലേ. എന്നാൽ ഈ സമയം ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ബുഷിൻ്റെ അടുത്തേക്ക് ഫോണൊക്കെ ഞാൻ കൊടുത്തോളാം, ഇപ്പോൾ തൽക്കാലം എനിക്കൊരു വഴിക്ക് പോകാണ്ട്. എന്നാൽ അജ്മൽ പറഞ്ഞു, ഉമ്മ എടുത്തു ചാടി ഒന്നും നിങ്ങൾ തീരുമാനം എടുക്കല്ലേ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങൾ. ഒരു പക്ഷേ അൻഷിഫായിരിക്കും നല്ലത്. അവൻ്റെ ഈ ഒരു മൗനം പാലിക്കലും അതൊന്നും ഒരു പക്ഷേ അത് അത്ര മോശമൊന്നുമല്ല. ഒരുപാട് സംസാരിക്കുന്നവരും ഒരുപാട് ഭംഗിയും ഗ്ലാമറും ഉള്ളവരും ആക്റ്റീവായവരും നല്ലതാണ് എന്നുള്ള ചിന്താഗതി ഉമ്മാക്ക് വെറും തെറ്റാണ്. ഒരു പക്ഷേ സൈലൻ്റ് ആയവരായിരിക്കും ഒന്നുകൂടെ നല്ലത്. എടാ, ആ കുട്ടിൻ്റെ ഭാവജീവിതം തകർക്കാൻ ഇനി ഞാനില്ല. എന്നാൽ അന്നതാ ഉമ്മ ബുഷിയോട് പറഞ്ഞു, എടി കഞ്ഞ ചോറൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചെടുത്ത് കുടിച്ചോട്, ഞാൻ ഒരു വൈക്കൊന്ന് ഇറങ്ങട്ടെ. എന്നാൽ ബുഷി മൗനം പാലിച്ചു. എന്നാൽ ആ ഉമ്മ നേരെ പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു, ഡോക്ടർ അൻഷിഫിൻ്റെ വീട്ടിലേക്കായിരുന്നു. ആ ഉമ്മ അവിടെ എത്തിയപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ബുഷിയുടെ ഉമ്മ അവിടെ കയറി വെല്ലടിച്ചു. ആ ഉമ്മ അതാ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ബുഷിയുടെ ഉമ്മ ആരെ ഇത് എന്ന് പറഞ്ഞ് ആ ഉമ്മ വന്നപ്പോഴേക്കും ആളറിയാലോ നിങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. സലാക്ക് പിന്നെ മടക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ മോളെ ചതിക്കുകയായിരുന്നില്ലേ? പെട്ടെന്ന് അത് കേട്ട ആ മാതാവ് ഒന്ന് ഞെട്ടി. എന്ത് നിങ്ങളീ പറയുന്നത്? എൻ്റെ മോളെ മക്കളുണ്ടാകാത്ത ഒരു കഴിവില്ലാത്ത നിങ്ങളെ മോനെ കൊണ്ട് കെട്ടിച്ചത് നിങ്ങളായിരിക്കുമല്ലേ? എന്നാൽ ആ ഉമ്മ ഒരു നിമിഷം വിതുമ്പിപ്പോയി. എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ മോൾക്ക് പരാതിയില്ലല്ലോ. മോൾക്ക് പരാതിയില്ല, ഒക്കെ ഞങ്ങൾ അറിഞ്ഞ്. വെറുതെ എന്തിനാ എൻ്റെ മോളെ ഭാവജീവിതം നിങ്ങൾ കേടുവരുത്തുന്നത്? ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഒരിക്കലും ഇല്ല. എന്തിനിരിക്കണേ? അല്ലേ ഇരിക്കുങ്ങൾ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. അല്ല, മോളിപ്പോൾ ഹോസ്പിറ്റലിലാണോ അതോ? മോളെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കണേ, എൻ്റെ വീട്ടിലുണ്ട് അവള്. നിങ്ങളെ മോനെ ഇപ്പോൾ സുഖമായാലും ഇല്ലെങ്കിലും ഇനി ഒരിക്കലും ബുഷിൻ്റെ കൂടെ ഞാൻ ജീവിപ്പിക്കാൻ വിചാരിക്കണില്ല. അത് കേട്ട് ആ ഉമ്മ ഞെട്ടി. അത് അവരുടെ കയ്യിൽ ഖുർആനായിരുന്നു. അതെ, ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവരുടെ കണ്ണീർ തുള്ളികൾ കവിളിലൂടെ അതാ ഒലിച്ചിറങ്ങി കൈകളിലുള്ള മുസാഫിലേക്ക് ഉറ്റി വീണു. മോള് ബുഷി പാവാണ്, ഓളും ഓനൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ ഒരു പെണ്ണിനെ കിട്ടിയാൽ മതിയല്ലോ അല്ലേ, ഇവിടുത്തെ ജോലി ചെയ്യാനും അതിനെന്തിനൊക്കെ ആയിട്ട്. അതെ, ഓൾക്ക് പറ്റിയ വേറൊരു ചെക്കനെ ഞങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളുടെ കഴിവ് കെട്ട മകനെ കൊണ്ട് ഞാൻ. എന്നാൽ അത് കേട്ടപ്പോൾ ആ ഉമ്മ ഒന്ന് വിതുമ്പിപ്പോയി. ദയവായി നിങ്ങൾ അങ്ങനെ പറയല്ലേ, പഠിച്ചവനാണ് എല്ലാവരും സൃഷ്ടിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ഇത് പഠിച്ചവൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കാൻ പഠിച്ചവന് കഴിയും. ഈ ഭൂമിയിലുള്ള സകലമാന സംഭവങ്ങളും സൃഷ്ടിച്ച പടച്ച റബ്ബിനാണോ എൻ്റെ കുട്ടിക്കൊരു കഴിവ് കൊടുക്കാൻ അത്ര പണി? എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നത്. ഈ ഖുർആൻ ഓതുന്ന മുഴുവൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ദയവായി നിങ്ങൾ ബുഷിയെ അവനിൽ നിന്ന് വേർപ്പെടുത്തരുത്. അവൻക്കതൊരു ആശ്വാസമാണ്. അതെ, എനിക്കും
അവൾക്കും തന്നെ ഞങ്ങളെ വിട്ട് പോകാൻ തോന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറച്ച് വേദന വിഷമമൊക്കെ ഉണ്ടാക്കണം, മറന്നോളും. ആ എന്നാലും ബുഷിമോള് അതിന് സമ്മതിച്ചോ? ആ ഉമ്മ വിതുമ്പുകയായിരുന്നു. അതെ, നിങ്ങൾ ഈ കള്ളക്കണ്ണീര് കേൾക്കാനല്ല ഞാൻ അങ്ങോട്ട് വന്നത്, കാണാനും കേൾക്കാനും അല്ല. അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബുഷിയെ ഇനി ഇങ്ങോട്ട് വിടൂല. നിങ്ങളെ മോനെ സുഖം പ്രാപിച്ച് ഇങ്ങോട്ട് വന്നാലും ഒരിക്കൽ പോലും അവളെ തേടി അങ്ങോട്ട് വരരുത്. ഡൈവോഴ്സ് ആവശ്യപ്പെടണം ഞങ്ങൾ അവനിൽ നിന്നുള്ള. എന്നാൽ ആ ഉമ്മ വിതുമ്പുകയായിരുന്നു. മക്കളെ, അങ്ങനെയൊന്നും പറയല്ല. നിങ്ങൾ പടച്ചോൻ്റെ സിംഹാസനം വരെ വിറക്കുന്നതാണ് ത്വലാഖ് എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ശീലമായത്? കുട്ടികളും മക്കളും ഇല്ലാതെ. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനൊക്കെ കൊതിയുണ്ട്. അതെ, നിങ്ങളിങ്ങനെ നിങ്ങളെ മക്കൾ ഇല്ലാത്ത മോൻ്റെ കൂടെ എൻ്റെ പെണ്ണിനെ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കൂടുതലൊന്നും. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല. എൻ്റെ പൊന്നു മോൻക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എന്നാലോ ബുഷിയും അവന് നല്ല സന്തോഷത്തിൽ തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഇപ്പം എന്താ പറ്റിയത്? അവൾ പറയുന്നത് വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് വേണ്ട, കഴിവ് കെട്ട ഹസ്ബൻഡിന് വേണ്ടാന്ന് തന്നെ പറയുന്നത്. എന്നാൽ അത് കേട്ട മാതാവിൻ്റെ ഹൃദയം ഒന്ന് പിടിച്ചു. എന്നാലും ബുഷിമോൾ അങ്ങനെ പറയോ? പാവം മോളാണോ? അവൾ അങ്ങനെ പറയൂലല്ലോ. ഒരിക്കൽ പോലും അവർക്ക് വിശ്വാസം വന്നില്ല. എന്നാൽ ബുഷിയുടെ ഉമ്മ പറഞ്ഞു, എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ ഭർത്താവ് അൻഷിഫിൻ്റെ കൂടെ ഞാൻ ജീവിക്കണില്ല. അയാളൊരു മരങ്ങോടനാണ് എന്നുള്ളത്. എന്നാൽ അത് കേട്ടപ്പോൾ അൻഷിഫിൻ്റെ ഉമ്മ വല്ലാതെ വേദനിച്ചു. അതെ, എൻ്റെ കുട്ടിയെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ നിങ്ങൾ വെറുതെ വിടൂ. അല്ലെങ്കിൽ മരങ്ങോടനെന്നോ പൊട്ടനെന്നോ കഴിവ് കെട്ടവനെന്നൊന്നും പറഞ്ഞ് എൻ്റെ കുട്ടിയെ നിങ്ങളൊരിക്കലും അങ്ങനെ ചീത്ത പറയണ്ട. അതെ, ഞാനും എൻ്റെ മോനെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് വെച്ചാൽ അതുപോലെ ജീവിച്ചോണ്ട് ഒരിക്കലും എൻ്റെ കുട്ടിയെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ. ശരിക്കും ബുഷിയുടെ ഉമ്മ അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അത് പറഞ്ഞത്. എന്നാൽ അൻഷിഫിൻ്റെ ഉമ്മ പറഞ്ഞു, മോൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല. കാരണം എൻ്റെ മോൻക്ക് ചെറിയൊരു കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് അവന് മക്കളുണ്ടാകാനൊക്കെ പ്രയാസം തന്നെയാണ്. പിന്നെ പടച്ച റബ്ബ് കനിഞ്ഞാൽ എല്ലാവർക്കും എന്തും സംഭവിക്കുമല്ലോ. അവനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ലല്ലോ. ഓനെ സൃഷ്ടിച്ചത് എൻ്റെ ഏകഹിലാഹായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അള്ളാഹു വരുത്തുകയാണെങ്കിൽ പഠിച്ചോനെ ഒരു പെണ്ണും അവനെ വിട്ട് പോകില്ലായിരുന്നു. ആ ഉമ്മ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. അതെ, ഞാനിവിടെ നിങ്ങളുടെ കണ്ണീരും കയ്യും കാണാൻ വന്നോന്നല്ല. അതെ, എൻ്റെ മോൾക്ക് ഡൈവേഴ്സ് വേണം. അവനിൽ നിന്ന് വിവാഹബന്ധം ഏർപ്പെടുത്തണം. ഓനക്ക് പറ്റിയ നല്ല ചെക്കന്മാരെ ഞാൻ കണ്ടുപിടിച്ചോണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളെ ഈ കഴിവ് കെട്ട മകന് വേണ്ട. എന്നാൽ അത് പറയുമ്പോൾ ആ ഉമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അൻഷിഫിൻ്റെ ഉമ്മ ആ ഒരു കാഴ്ച കണ്ട് വളരെയധികം വിഷമിച്ചു. റബ്ബേ, എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ബുഷി അവർ പിടിച്ചു മാറ്റുവാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബുഷി ഒരിക്കൽ പോലും വേണ്ടാത്തൊരു വർത്താനം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ മോള് പാവമായിരുന്നു. പഠിച്ചോനെ, ഇവർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ? എൻ്റെ മോൻ, അല്ലാ, എൻ്റെ മോൻ്റെ കൂടെ നീ വേണം കേട്ടോ. നീയാണ് അവനെ സൃഷ്ടിച്ചത്. അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു അപാകതകൾ ഉണ്ടെങ്കിൽ റഹ്മാനെ നിനക്കത് പൂർത്തീകരിക്കുവാനും കഴിയും റഹ്മാനെ. അതെ, നിനക്ക് ഇല്ലായ്മയിൽ നിന്നാണല്ലോ നീ എല്ലാം പടച്ചത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മോൻക്ക് നീ അവൻ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാം നീ കൊടുക്ക് റഹ്മാനെ. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം ബുഷി അവളുടെ ഫോൺ തപ്പിത്തിരഞ്ഞു. ഉമ്മ എങ്ങോട്ട് പോയിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല. വാതിൽ പുറത്തേക്ക് പൂട്ടിയിട്ടുണ്ട്. അവൾ അവിടെ മാകെ നോക്കി. അതെ, ഉമ്മ എൻ്റെ ഫോൺ എന്തിനു വേണ്ടിയിട്ടാണ് ഉമ്മ വാങ്ങി വെച്ചത്? ആർക്ക് വിളിക്കുമെന്ന് കരുതിയിട്ടാണ്? ഉമ്മക്ക് എന്തിൻ്റെ കേടാണ്? ഉമ്മ ഇപ്പോൾ എന്നെ സിനാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നടക്കുകയാണ്. ഉമ്മക്ക് എന്നോടെന്ത് തീരെ ഒരു സ്നേഹമല്ലേ? എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ ഒരു ഡോക്ടറിന് കൂടുതൽ തൊലിവെളുപ്പുണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് ശക്തി ഉണ്ടെന്നോ കുറച്ച് സംസാരിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അയാൾ നല്ലവനാണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും അയാൾ ചതിയനാണ്. പലവട്ടമായിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് അറിയായിട്ടൊന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോകുന്നതും. അല്ലാതെ ഇതിപ്പോൾ അവരങ്ങ് ഒന്നയിക്കാണ്. ഞാനെല്ലാം ഇക്കാക്കയോട് പറയും. എനിക്ക് ഇക്കാക്കയോട് എല്ലാം തുറന്ന് പറയണം. എൻ്റെ അജ്മൽക്കയോട് എനിക്ക് പറയണമെല്ലാം. എൻ്റെ ഉമ്മ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും അജ്മൽക്ക് എന്നെ വിശ്വസിക്കുമായിരിക്കും. അവൾ
അങ്ങനെ ആലോചിച്ചു. അവളുടെ ഫോണെല്ലാം തപ്പി തിരയുന്നു. ഇല്ല, ഉമ്മ അത് എവിടെയോ വെച്ചിട്ടുണ്ട്. ഉമ്മാക്ക് എന്തിൻ്റെ കേടാ? ഉമ്മ എവിടെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോണ് വെച്ചത്? ഞാനെടുത്ത് വിളിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. ഒന്നുകിൽ ഷാമിലിനെ വിളിക്കുമെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ പാവം അൻഷിമിൻ്റെ അടുത്ത് ഫോണൊന്നുമില്ല. അതൊക്കെ അയാളുടെ സിനാൻ്റെ കസ്റ്റഡിയിലാണ് എല്ലാം. പാവം, അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അൻഷിഫിനെ കാണുവാൻ ഒരുപാട് കൊതിയായി. റബ്ബേ അല്ലാ, എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അദ്ദേഹത്തിന് അസുഖമുണ്ടോ ഇല്ലേ എന്ന് പോലും അന്വേഷിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. മറ്റൊരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് പോലും അവിടെ കൊടുക്കുവാനും സമ്മതിക്കുന്നില്ല. അവൻ്റെ എല്ലാം ഞാൻ നോക്കാം, എൻ്റെ നോക്കാം എന്ന് പറഞ്ഞതാണ്. എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പിടിച്ചു വെച്ചത്? എനിക്കത്ര പരിക്കൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് തലയൊന്ന് തട്ടി എന്നൊക്കെ അല്ലാതെ. എന്നാലും ബുഷിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവൾ അവിടമാകെ നോക്കി. ഒടുവിൽ അവൾ ഉമ്മയുടെ അലമാരക്കടുത്തെത്തി. ഉമ്മയുടെ അലമാരയുടെ സാധാരണ രീതിയിൽ അലമാരക്കടുത്ത് വെച്ചിട്ടുണ്ടാവും. അലമാരയുടെ മുകളിലായിരിക്കും ചായ വെച്ചിട്ടുണ്ടാവുക. അവൾ പതുക്കെ ഉമ്മയുടെ റൂമിലേക്ക് അതാ കിടക്കുന്നു. ഓ ഉമ്മ. അങ്ങനെ അതാ അവൾ ഉമ്മയുടെ അലമാരയുടെ മുകളിലുള്ള ആ ഒരു സ്പേസ് നോക്കുന്നു. ഇവിടെ എന്തായാലും ഉണ്ടാകും, ഇവിടെ ഉണ്ടാവാനാണ് ചാൻസ്. അങ്ങനെ അതാ അവൾക്ക് ആ ചാവി തപ്പി തിരഞ്ഞെടുക്കുകയാണ് അവൾ ചെയ്യുന്നത്. ഇവിടെ എവിടെയോ ഉണ്ടാവും, ഉണ്ടാകാതിരിക്കില്ല. ഓ അൽഹംദുലില്ലാ. അത് ചാവി കയ്യിൽ കിട്ടി. അവളതാ ആ വാതിൽ തുറക്കുന്നു, അലമാര തുറക്കുന്നു. ഓ ഇവിടെ തന്നെ ഉണ്ട്, ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ബുഷിയുടെ ഫോൺ കയ്യിൽ കിട്ടി. അൽഹംദുലില്ലാ, പടച്ചോനെ നീയാണ് എന്നെ സൃഷ്ടിച്ചത് റഹ്മാനെ. എന്നെ നീ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം റഹ്മാനെ എല്ലാ കാര്യത്തിനും റബ്ബേ. കാരണം എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്. അദ്ദേഹം പാവമാണ്. സിനാനാണ് കൊടും ചതിയൻ. അയാളാണ് ഓരോന്ന് എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കുന്നത്. ഷാമിലിനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞതും ഒക്കെ. അങ്ങനെയത് അവൾ ആ ഫോൺ പഠിച്ചവന് ചാർജ് വളരെ കുറവാണ്. അവൾ പെട്ടെന്ന് തന്നെ അതാ ഫോണെന്ന് കുത്തിവെച്ചു. ഓണായി വന്നു. റബ്ബേ പെട്ടെന്ന് അതെ അജ്മലിനെ വിളിക്കണം, കാര്യങ്ങളെല്ലാം പറയണം. അങ്ങനെ ഏതാ കുറച്ച് ചാർജായപ്പോൾ തന്നെ അവൾ ഫോൺ എടുത്ത് കൊണ്ടുവന്നു. നേരെ ഏതാ തൻ്റെ ഇക്കാക്കാക്ക് വിളിക്കുന്നു. വാട്സപ്പ് കോൾ ആയിരുന്നു. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ റബ്ബേ. എന്നാൽ ഈ സമയം യാത്രയിലായിരുന്ന അജ്മൽ തൻ്റെ പെങ്ങളുടെ ബുഷി എന്നുള്ള പേര് അതാ ഫോണിൽ തെളിയുന്നു. ബുഷിയോ? ഹലോ ഇക്കാക്ക. എന്താ മോളെ, നിനക്ക് സുഖമില്ലേ? ഞാൻ ഉമ്മാനെ വിളിച്ചിരുന്നു നേരത്തെ. എന്തായാലും എൻ്റെ മോളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയില്ലേ. സാരല്ല, എന്താ ചെയ്യുക, നമ്മൾ ഒന്നും കരുതി കൂട്ടിയല്ലല്ലോ. ശരിക്കും അൻഷിഫിനെ കണ്ടാൽ നല്ലൊരു യുവാവാണ്. എല്ലാത്തിനും ഉപരി നല്ല സ്വഭാവവും എല്ലാം അടങ്ങിയ ഒരാളാണ്. പെട്ടെന്നൊന്നും നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാകില്ലല്ലോ, പിന്നീടല്ലേ. ഇക്കാക്ക് എന്തേ പറയുന്നത്? അതേ മോളെ, സാരല്ല, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ. ഇക്ക നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, അൻഷിഫിന് ഒന്നിനുള്ള കഴിവില്ല അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ഇക്കാക്ക ദയവായി നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. അൻഷിഫ് പാവമാണ്. പാവമായിരിക്കും, ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ട മോളെ. നീ അല്ല, നിന്നെ ഷാമിൽ വിളിച്ച് വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടോ? ഷാമിൽ എന്താ നിന്നെ ചെയ്തത്? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. അവൻ അത്രക്കാരനൊന്നും അല്ലായിരുന്നു. അവൻ ശരിക്കും നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത് എനിക്കറിയുന്നില്ല. ഷാമിലിനെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പായിരുന്നു. എന്താണ് അവൻ സംഭവിച്ചത്? ഇക്കാക്ക, നിങ്ങൾ കേട്ടതും അറിഞ്ഞതും എല്ലാം തെറ്റാണ്. ഒരിക്കൽ പോലും ഷാമിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇക്കാക്ക, എൻ്റെ കൂടെയുള്ള, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയ ആ ഒരു ഡോക്ടർ സിനാൻ, അയാളാണ് ചതിയൻ. അയാളാണ് എന്നെ പലവട്ടമായിട്ട്. മോളെ ബുഷി, നീ എന്തീ പറയുന്നത്? അതെ, ശരിക്കും ഷാമിലിൻ്റെ ആ ഒരു തെറ്റ് കുറ്റങ്ങളൊക്കെ ഇല്ലാത്തതെല്ലാം കണ്ടുപിടിച്ചുണ്ടാക്കിയതും അതെല്ലാം സിനാനാണ്. അയാളാണ് ചതിയൻ ഇക്കാക്ക. ഇക്കാക്കെങ്കിലും എന്നെ വിശ്വസിക്കണം. ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ബുഷി, നീ എന്തീ പറയുന്നത്? അതെ, ഒരിക്കൽ പോലും
അൻഷിഫിനെ കുറിച്ചും ഷാമിലിനെ കുറിച്ചും ഒന്നും പറയുന്നത് ഇക്കാക്ക വിശ്വസിക്കരുത്. ഇക്കാക്ക, അത് സിനാനെ ചില കാര്യങ്ങളുണ്ട്. എന്നോട് പലവട്ടമായിട്ട് അയാളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഇക്കാക്ക എന്നെ രക്ഷിക്കണം. എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉമ്മയും അവരും ഒരു സെറ്റായിട്ടുണ്ട് ഇക്കാക്ക. ഞാൻ എന്തായാലും നഴ്സിംഗ് ഒക്കെ പഠിച്ചതല്ലേ. ഇനി എന്നെ ഒരിക്കൽ പോലും അൻഷിഫിനെ കാണുവാനും സമ്മതിക്കില്ല. ഇക്കാക്ക, ഞാൻ ഇക്കാക്കാൻ്റെ അടുത്തൊക്കെ പോരട്ടെ? എനിക്ക് അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി ഇക്കാക്ക സെറ്റാക്കി തരുമോ? ശരിക്കും തൻ്റെ പെങ്ങൾ ബുഷിയുടെ ആ ഒരു സങ്കടകരമായ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അജ്മലിൻ്റെ മനസ്സലിഞ്ഞു. മോളെ ബുഷി, അല്ല, നിൻ്റെ ഭർത്താവിനെ നിനക്കിപ്പോൾ സംരക്ഷിക്കണ്ടേ? എങ്ങനെ ഇക്കാക്ക? വിടില്ല, ഉമ്മ എന്നെ വിടില്ല. റൂമിൽ പൂട്ടിയിട്ടാണ് ഇപ്പോഴും പോയിരിക്കുന്നത്. ഒരിക്കൽ പോലും എന്നെ വിടില്ല. മോളെ, ഞാൻ നോക്കട്ടെ. ഇക്കാക്ക, ഈ കാര്യം ഒന്ന് വേഗം, ഞാൻ എൻ്റെ സേവിയും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഇക്കാക്കാൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, അതിന് മക്കയായാലും മദീനയായാലും വേണ്ടില്ല, അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് നഴ്സിംഗ് ജോലി സെറ്റാക്കി തരണം. ഞാൻ പഠിച്ചതല്ലേ, അല്ലാതെ ഞാൻ ഈ റൂമിൽ ഇവിടെ ഒരിക്കലും ഞാൻ നിൽക്കില്ല. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ അത് ഉമ്മയും സിനാനും സമ്മതിക്കില്ല. മോളെ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അപ്പോൾ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ. അതേ ഇക്കാക്ക, എന്നെ നിങ്ങൾ പെങ്ങളായി എന്നെ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ ജീവനിൽ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ എന്നെ ഇക്കാക്ക കൊണ്ടുപോകണം. ഞാൻ അങ്ങോട്ട് വരാം. അവിടെ എനിക്ക് ഒരു ജോലി പെട്ടെന്ന് സെറ്റാക്കി തരാം. ഞാൻ സി വിയും കാര്യങ്ങളെല്ലാം അയച്ചു തരാം. അല്ലാതെ ഒരിക്കൽ പോലും ഇവിടെ എനിക്ക് നിൽക്കാനാവില്ല ഇക്കാക്ക. എന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ ഇക്കാക്ക, അൻഷിഫിൽ നിന്ന് എന്നെ വിവാഹമോചനം ചെയ്യിപ്പിച്ച്, അതെ, സിനാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ഉമ്മ നിൽക്കുന്നത്. ഒരിക്കൽ പോലും സമ്മതിക്കരുത്. എനിക്കത് താല്പര്യമേ ഇല്ല ഇക്കാക്ക. അങ്ങനെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുഷിയെ കാണില്ല ഇക്കാക്ക ഒരിക്കലും. പിന്നീട് നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അതായിരിക്കും നല്ലത്. കാരണം അയാളൊരു ദുഷ്ടനാണ്. എനിക്ക് അയാൾ ഇഷ്ടമേ അല്ല. ചതിയനാണ്, ഭയങ്കര ചതിയൻ. ഒരിക്കലും ഇഷ്ടമില്ല എനിക്ക്. ദയവായി നിങ്ങൾ ഉമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ബുഷി, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇക്കാക്ക, നിങ്ങൾ ഇഷ്ടമുള്ള ആർക്ക് വിളിച്ചോ, ഒന്നുകിൽ അൻഷിഫിനെ വിളിച്ചോ, ഷാമിലിനെ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. അവരൊരിക്കലും കളവ് പറയില്ല. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിന് അവർ കറക്റ്റായിട്ട് ഉത്തരം പറയും. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ സിനാനെ വിളിക്കരുത്. സിനാൻ പച്ച കള്ളമായിരിക്കും പറയുക. ബുഷി തൻ്റെ സങ്കടങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളയോട് പറഞ്ഞു. അതെ, തൻ്റെ പിതാവിന് പകരം തന്നെ സംരക്ഷിച്ച തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കയോട് എല്ലാം പറഞ്ഞു. ശരിക്കും അജ്മൽ ആ യാത്രയിൽ, അതെ, തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ സങ്കടങ്ങളെല്ലാം കേട്ട് അവനൊരു നിമിഷം കണ്ണുകൾ നിറഞ്ഞു പോയി. എൻ്റെ ബുഷി എന്തെങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ ബുഷി പറഞ്ഞത് സത്യമായിരിക്കുമോ? അവൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ശരിക്കും അവളെ എല്ലാവരും കൂടി ഉപദ്രവിക്കുന്നുണ്ടോ അവിടെ? ഉമ്മാക്കൊന്ന് വിളിച്ച് നോക്കട്ടെ. ബുഷി, എന്നാൽ ശരി ഇക്കാക്കാൻ്റെ കുട്ടി, വിഷമിക്കല്ലേ, ഞാൻ നോക്കാം കേട്ടോ ജോലിയുടെ കാര്യമൊക്കെ. ഇക്കാക്ക, ഇനി ഒരു നിമിഷം പോലും എന്നെ ഇവിടെ നിർത്തരുത്. ഇവിടെ നിർത്തിയാൽ ഉറപ്പാണ് സിനാന് വന്ന് എന്നെ നിക്കാഹ് കഴിക്കും. പിന്നെ അത് മാത്രമല്ല, അയാളുടെ കൂടെ ജീവിതം എനിക്ക് ആവില്ല. എനിക്ക് ഇഷ്ടമല്ല ചതിയൻ്റെ കൂടെ ജീവിക്കുന്നത്. ജീവിക്കുകയാണെങ്കിൽ അൻഷിഫിൻ്റെ കൂടെ. പക്ഷേ ഇവർ സമ്മതിക്കില്ല. ഉമ്മ എന്തിനൊക്കെ വേണ്ടി പോയതാണ്. ഉറപ്പായിട്ടും പാവാണ് അൻഷിഫ്ക. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോഴേക്കും ഇവരെന്നെ വേർപ്പെടുത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. പെങ്ങളുടെ സങ്കടങ്ങൾ, പെങ്ങളുടെ പരാതികൾ, ദുഃഖങ്ങൾ, വിഷമങ്ങളെല്ലാം അവൻ കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അജ്മൽ, അതെ, ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടാണ് അജ്മൽ അന്ന് പിതാവിനോട് വരെ ചൂടായത്. അതായത് ഷാമിലിൻ്റെ. ഒരു നിമിഷം അവന് തോന്നിപ്പോയി, റബ്ബേ, ഞാൻ ചെയ്തത് വല്ലാത്തൊരു അപരാധമായോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാമിൽ, എന്നെ എല്ലാ കാര്യത്തിനും സഹായിച്ച ഷാമിൽ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ എൻ്റെ വാക്കുകൾ കൊണ്ട് അവൻ്റെ മനസ്സും വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും. റബ്ബേ, എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ എന്നിൽ അവർ കുത്തിവെച്ചിട്ടുണ്ട്. ശരിക്കും എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. ആർക്കാണ് വിളിക്കേണ്ടത്? അവനൊരു പിടുത്തമില്ല. എൻ്റെ ബുഷി പറഞ്ഞ സങ്കടങ്ങൾ, വിഷമങ്ങൾ എല്ലാം തെളിയിക്കണം എനിക്ക്. ഒരിക്കൽ പോലും എൻ്റെ പെങ്ങളെ ഞാൻ കൊല്ല ചെയ്യാൻ വിട്ടുകൊടുക്കില്ല. സിനാൻ എത്ര കാര്യമാണ് പറഞ്ഞത്. ഉമ്മ പറഞ്ഞു, സിനാന് മോനെ വന്നതിന് ശേഷം, ശരിക്കും പറഞ്ഞാൽ സിനാന് ഉമ്മയുടെ കൂടെ കൂടിയതിന് ശേഷം എന്നോട് വരെ ഉമ്മാക്ക് അത്ര ഒരു ഇഷ്ടമില്ല. എപ്പോഴും ഒരു സിനാൻ്റെ വർത്തമാനം മാത്രമാണ്. മോനെ, സിനാൻ വന്നതിന് ശേഷം നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് മോനെ.
അതെ, എൻ്റെ ഉമ്മ അല്പം ഗ്ലാമർ കൂടിയ കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചില കഴുകന്മാർ ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ നോക്കൂല. അങ്ങനെയും ഉണ്ടാകും ചില ഐറ്റങ്ങൾ. പഠിച്ചവൻ, എൻ്റെ ഉമ്മ എന്തിനേലും പെട്ടുപോയ റബ്ബേ, എനിക്കറിയുന്നില്ല. ശരിക്കും അജ്മലിന് ആകപ്പാടെ ഒരു ടെൻഷൻ തോന്നുകയാണ്. ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാൽ അപ്പോൾ തന്നെ അതാ അവൻ ഉമ്മാക്ക് വിളിക്കുന്നു. ആ മോനെ, മോനെ അജ്മൽ, ഞാനേ ഒരു സ്ഥലം വരെ പോയി വരികയായിരുന്നു. എന്തോ ഉമ്മ? ഞാനേ എൻ്റെ അളിയൻ്റെ വീട് വരെ പോയതായിരുന്നു. അൻഷിഫിൻ്റെയോ? ആ ആ അതെ. എന്തിന്? അതെ, ഇനി ആ ബന്ധം തുടരാനാവില്ലെന്ന്. കുട്ടികളും മക്കളിലെ എത്രയാഴ്ച കണ്ട് അവിടെ നിർത്തുക. ഞാൻ പറഞ്ഞു ഡൈവോഴ്സ് വേണം ഞങ്ങൾക്ക്, ഓളെ ഡൈവോഴ്സ് ചെയ്തെന്നാൽ ഞങ്ങൾക്ക് വേറെ കല്യാണം നോക്കാനാണെന്ന് പറഞ്ഞു. ഉമ്മ, നിങ്ങൾ എടുത്തു ചാടൊന്നും ചെയ്യില്ലേ? കുറച്ചൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാതെ എന്താടാ അനക്ക്? അനക്ക് അവിടെ ഒരു പെണ്ണിനെ കിട്ടിയിരിക്കുള്ളൂ, ഒരു അറബിച്ചി പെണ്ണിനെ. ഈ കെട്ടി അവിടെ നിൽക്കണ്ടല്ലോ. എൻ്റെ പെങ്ങൾക്കും വേണ്ട ഒരു ജീവിതം ഉമ്മ പെങ്ങക്ക് വേണം. പക്ഷേ നോക്കിയും കണ്ടും ചെയ്യാതിരുന്നാലേ ആകെ പെട്ടുപോകുന്ന അവസ്ഥയായി പോവും. ഉമ്മ ആർക്കും ഇനി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നത് മോനെ സിനാന്. നല്ല മോനാണ്, നല്ല ഡോക്ടറാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഒഴിവാക്കിയിട്ട് അവനെ കൊണ്ടാണ് കെട്ടിക്കുക. എന്നാൽ പിന്നെന്താ, അതൊരു പേടിയും പേടിക്കണ്ട. ബുഷിയുടെ കാര്യത്തിൽ റാഹത്തായി. ഉമ്മ, ബുഷി സമ്മതിച്ചോ? ബുഷി സമ്മതിക്കൂല. ഓള് സമ്മതിച്ചിട്ട് നമ്മൾ നിക്കാഹ് നടത്തൂല്ല. ഇങ്ങോട്ട് വാന്നാല് നിക്കാഹിന്. അതായത് ബുഷി സമ്മതിക്കൂല. ഓൾക്കിപ്പോൾ ആ കഴിവ് കെട്ടവൻ്റെ കൂടെ തന്നെ ജീവിക്കണം. അതാണ് ഓളെ ചിന്ത. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഷാമിലിനോട് ചാറ്റ് ചെയ്യുകയും ചെയ്യാം. നല്ല രസമാണല്ലോ, നല്ല സുഖമാണല്ലോ, ആരും ശ്രദ്ധിക്കൂലല്ലോ. സിനാൻ ഉണ്ടായതുകൊണ്ടൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു. ഉമ്മ, എടുത്ത് ചാടി ഒന്നും ചെയ്യരുതുമ്മ. പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചാൽ തന്നെ അതൊക്കെ ചില നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് അതൊന്നും പറ്റില്ല. ഇസ്ലാമിൽ അങ്ങനെ തന്നെ ഇല്ല. അതെ, ഡൈവോഴ്സ് ചെയ്യാന്ന ഭയങ്കര ഒരു പ്രശ്നമാണിത്. അഥവാ ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീണ്ടും അവർ ഒരുമിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കണം. അത്രക്കും കർശനമാണ്. അതുകൊണ്ട് അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണില്ല. ഈ ഒന്ന് പോടാ അവിടുന്ന് എൻ്റെ മസാലേറ്റ്. ആ മോനെ ഇപ്പോൾ വിളിക്കട്ടോ. എന്നാൽ അപ്പോഴേക്കും അതാ സിനാൻ ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഹലോ ഉമ്മ. ആ എവിടെ? മോനെ, ഞാനേ ആ ഡൈവേഴ്സിൻ്റെ കാര്യം പറയാൻ തള്ളൻ്റെ അടുത്തേക്കൊന്ന് ഞാൻ പോയതായിരുന്നു. ഓ, അൻഷിഫിൻ്റെ വീട്ടിലേക്കോ? ആ, എല്ലാം പറഞ്ഞ് സെറ്റ് ആയിക്കോളേ. പിന്നെ ബുഷിയോ നോക്കാക്കി എടുക്കണം. ഉമ്മ, അതൊക്കെ പിന്നെ ഞാൻ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവളൊക്കെ സെറ്റാക്കി എടുക്കാൻ എനിക്ക് കഴിയും. ഉമ്മ ഒന്നും വിഷമിക്കണ്ട. പെട്ടെന്ന് ഡൈവോഴ്സിൻ്റെ കാര്യം സെറ്റാക്കുക. എന്നിട്ട് അധികം വൈകാതെ തന്നെ പിന്നെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും മാസത്തിന് കണക്കൊക്കെ ഉണ്ടാവും. ഒന്നും ഇപ്പോൾ നോക്കൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എടുത്താലേ, അല്ലെങ്കിൽ ബുഷിയുടെ ജീവിതേ കട്ട പുകയായിരിക്കും. ശരിക്കും അതാ സിനാൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ ഒരുപാട് സന്തോഷിച്ചു. എല്ലാം ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു പെട്ടെന്ന്. അതിന് ആ പെമ്പറന്നോളൂ, ആ പെണ്ണ് എന്തിൻ്റെ പെണ്ണ് ആരെ പിന്നാലെ പോണത്? എന്തായാലും പെണ്ണിന് തീരെ ഒരു ഇതില്ലേക്കും. എന്നാൽ ഉമ്മ വാതിൽ അതാ പുറത്തേക്ക് പൂട്ടി വന്നതായിരുന്നു. ഉമ്മ, നിങ്ങളെവിടെയാണ്? ഞാൻ മോനെ പോയി വരുന്നേ ഉള്ളൂ. എന്നാൽ ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടോ. ആ ഓക്കെ മോനെ, ഞാൻ ചായ ഉണ്ടാക്കി വെക്കാം, ഈ വേവാ. ഉമ്മ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ? സ്നാക്സ് എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് ചായയും കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. ഓക്കെ ഉമ്മ. ശരിക്കും അതാ സിനാന് ഉമ്മയെ നല്ല രീതിയിൽ കയ്യിലെടുത്തിരുന്നു. അവൻ്റെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു. എന്നാൽ ഉമ്മ ഇതറിയുന്നില്ല. തൻ്റെ മകളെ കെട്ടുവാനും തൻ്റെ മകളോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുവാനും ഏറ്റവും നല്ലത് സിനാനാണെന്നാണ് ഉമ്മ വിചാരിക്കുന്നത്. എന്നാൽ സിനാൻ്റെ മനസ്സിൽ പല ലക്ഷ്യമായിരുന്നു. എനിക്ക് മകൾ മാത്രമല്ല, മകളേക്കാൾ സുന്ദരിയായി വെളുത്ത് തടിച്ച് കൊഴുത്ത ഒരു ഉമ്മയുണ്ടല്ലോ. അതെ, ഭർത്താവ് നേരത്തെ മരണപ്പെട്ട് ഒരു ഭർത്താവിൻ്റെ സന്തോഷവും സുഖവും ഒന്നും അനുഭവിക്കാത്ത ഒരു സ്ത്രീ. അതായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ ഉമ്മയാണെങ്കിൽ ശരിക്കും അവൻ്റെ ആ ഒരു കരുതലും അവൻ്റെ വാക്കുകളും കേട്ട് വല്ലാതെ അങ്ങ് മയങ്ങിപ്പോയിരുന്നു. ഭർത്താവ് പോയതിനു ശേഷം തന്നെ ഇതുവരെ ഇത്രയധികം സ്നേഹിക്കാനും എന്നെ വിളിച്ച് ഇത്രയും സമയം സംസാരിക്കാനും ഇങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ല. ഏതായാലും സിനാൻ എനിക്ക് ആരൊക്കെയോ ആയതുപോലെ ആ ഉമ്മക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൻ്റെ ബുഷിയുടെ നിക്കാഹ് അവനുമായി വേഗം നടത്തണം എന്നുള്ള ചിന്തയിലായിരുന്നു ആ ഉമ്മയുടെ മനസ്സ് മുഴുവനും. എന്നാൽ അതാ ഉമ്മ വേഗം വീട്ടിലെത്തി വാതിൽ തുറന്നു. അതെ, അവരുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം ഇത്രയധികം സ്നേഹം തരുന്ന ഒരാൾ, അത് ഡോക്ടർ സിനാനാണ്. അതായത് എന്നെ പൊന്നുമോളെ കെട്ടുവാൻ നിൽക്കുന്ന അവൻ. സത്യം പറഞ്ഞാൽ എനിക്കും തന്നെ ഒരു സമാധാനമാണ്. അവൾക്ക് ഭർത്താവുമായി കുഞ്ഞുങ്ങളുമാകും. ശരിക്കും ആ ഉമ്മ സിനാൻ്റെ വരവ് കാത്തിരിക്കുന്നു.
എന്നാൽ ബുഷി ഒന്നും അറിയാത്തതുപോലെ അവളുടെ ഫോൺ പഴയ പോലെ തന്നെ ഉമ്മയുടെ അലമാരക്കകത്ത് വെച്ചു. മോളെ ബുഷിയേ, അതെ സിനാൻ വരുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കട്ടെ ഞാൻ കേട്ടോ. ഉമ്മ എന്തിനാ വരുന്നത്? എന്തടി അങ്ങനെ പറയണത്? വീട്ടിൽ ഒരാൾ വരുമ്പോൾ അങ്ങനെ പറയാ? അല്ല പിന്നെ ഈ വേണ്ടാത്തൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എൻ്റെ മൈൻഡ് ഒന്ന് മാറ്റിക്കോ. എനിക്ക് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ സിനാനെ കെട്ടാൻ നോക്കോ. അല്ലാതെ ആ ഒരു എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. ഉമ്മ വേണ്ട, പറയണ്ട. ഈ നിങ്ങളെ കഴിവ് കെട്ടാന്നുള്ള വാക്ക് ഇവിടെ പറയരുത്. പഠിച്ചവൻ നിങ്ങൾക്ക് തരും. അങ്ങനെ പിന്നെ ഒന്ന് പോടി അവിടുന്ന്. നല്ല മട്ടത്തിൽ നല്ല രീതിയിൽ നിന്നോണ്ട് സിനാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ട് നിലൊഴിച്ചുകൊണ്ട് നിൽക്കാൻ നിൽക്കണ്ട. ഉമ്മയുടെ വാക്ക് കേട്ട് ശരിക്കും ബുഷി കരഞ്ഞു പോയി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്നാലും ബുഷിക്ക് സമാധാനമുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കയോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം ആലോചിച്ചപ്പോൾ അവളുടെ മനസ്സിൽ അല്പം സമാധാനം തോന്നി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മോളെ അത് സിനാൻ വന്നിക്കണ്. ഉമ്മ ഓടി അതാ വാതിലിനടുത്തേക്ക്. മോനെ കേറിക്കോ. നിറഞ്ഞ പുഞ്ചിരിയോടെ സിനാനെ ഉമ്മ സ്വീകരിച്ചു. അതെ സിനാൻ കൊണ്ടുവന്ന എന്തൊക്കെയോ ഗിഫ്റ്റുകൾ, അതെ എന്തൊക്കെയോ സാധനങ്ങൾ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇതാ മോൻ എന്തിനിതൊക്കെ കൊണ്ടുവന്നത്? അങ്ങോട്ട് പോര്, അകത്തേക്ക് പോര്. അങ്ങനെ സിനാനെ അകത്തേക്ക് കയറ്റി ഉമ്മ വാതിലടച്ചു. മോനെ ഇരിക്കേ. എന്നാൽ ബുഷിക്ക് അത് തീരെ പറ്റിയില്ല. ഉമ്മ എന്ത് കരുതിയിട്ടാ ഒരു അന്യപുരുഷനെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത്? അതെ മോളെ കെട്ടാനാണെന്ന് കരുതിയിട്ടോ? ഒരിക്കലും ഞാൻ നിന്നെ സമ്മതിക്കില്ല. അവൾക്ക് ദേഷ്യമാണ് വന്നത്. ബുഷി എന്നാൽ ശക്തമായി അവളുടെ വാതിൽ അമർത്തി അടച്ചു. ഒരു സമാധാനം തരൂല. ഉമ്മാക്ക് ബുദ്ധിയില്ല തീരെ. ഉമ്മാക്ക് തീരെ അന്തമില്ലേ? പഠിച്ചോ, എൻ്റെ ഉമ്മാക്ക് നല്ല ബുദ്ധി നീ കൊടുക്ക്. ഒന്നിനും മടിക്കാത്തതാണ് അയാൾ. ഉമ്മയെ വരെ ഒന്നും ചെയ്യാൻ പഠിക്കൂല അയാൾ. അല്ല പിന്നെ. എന്നാൽ അത് അപ്പോഴേക്കും ഉമ്മയും സിനാനും നല്ല സംഭാഷണം തുടങ്ങി. അല്ലുമ്മ എന്തുമ്മാനും മുഖത്തൊരു ക്ഷീണം? ഒന്നുമില്ല മോനെ, ഞാനൊരു യാത്ര കഴിഞ്ഞൊക്കെ വരികയായിരിക്കും, അതുകൊണ്ടായിരിക്കും. ആ ഉമ്മ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ? ഉമ്മയുടെ ഉമ്മക്കിപ്പോൾ ഇത്ര പ്രായമായിട്ട് മുഖത്തിനൊന്നൊരു ചുളിവും ഇല്ല കേട്ടോ. എന്താണ് ആ ഒരു ശരിക്കൊരു 35-40 വയസ്സിൻ്റെ ഒരു ഭംഗി ഇപ്പോഴും. മോനെ എൻ്റെ കെട്ടിയോൻ എപ്പോഴും അങ്ങനെ പറയായിരുന്നു. എന്താ ചെയ്യടാ, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. അദ്ദേഹം പെട്ടെന്ന് പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നീ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വാക്കുകൾ കേട്ട് ഞാൻ സമാധാനിക്കുക. ഉമ്മ സത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലേ? ഇല്ല മോനെ, ഞാൻ കോഫി ഉണ്ടാക്കുമോ ഇരിക്കട്ടോ. പിന്നെ ബുഷിൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം മോനെ. ഉമ്മ അതൊക്കെ ഉണ്ടാക്കാം. ഉമ്മ കുറച്ച് സമയം ഇവിടെ ഇരിക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുകയാണ്, വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. മോനെ അത് എപ്പോഴും പറയുമായിരുന്നു എൻ്റെ ഭർത്താവും, നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണെന്നൊക്കെ. ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് കിടക്കണം. എന്നാൽ ഉമ്മയെ അധികം വർണ്ണിച്ച് പറയുന്നത് അത് വേറൊരു ഉദ്ദേശത്തിനാണെന്ന് ആ ഉമ്മ ഒരിക്കലും അറിയുന്നില്ല. തൻ്റെ മകളെ എങ്ങനെയെങ്കിലും കെട്ടിക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഉമ്മാക്കുണ്ടായിരുന്നത്. ഉമ്മ അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാൻ എഴുന്നേറ്റ് പോയി. എന്നാൽ പിന്നാലെ സിനാനും ചെന്നു. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.